ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത് ഈ രംഗത്ത് ബിസിനസ് നടത്തുന്ന ആളുകൾ തന്നെയാണ്. രമേശ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. ഇപ്പോൾ അവരുടെ സംഘടന അതിൻ്റെ എക്സിക്യൂട്ടീവോ മറ്റോ എറണാകുളത്ത് കൂടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് രമേശിന് എല്ലാവിധത്തിലുള്ള പിന്തുണയും നൽകുമെന്നാണ്. അപ്പോൾ രമേശ് ചെയ്ത കാര്യം സംഘടനയുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് ആ സംഘടന അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇടതുപക്ഷ ജനാധിപത്യത്തിലെ വിവിധ കക്ഷികൾ തമ്മിൽ അന്വേഷണം സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. അത് സംഭവിക്കാതിരിക്കാൻ മാർഗമുണ്ടായിരുന്നു. അത് ഇടതുപക്ഷ ജനാധിപത്യ കാളേക്കുട്ടി യോഗം ചേർന്ന് അന്യോന്യം ചർച്ച ചെയ്ത് ഒരു ഏകീകൃതമായിട്ടുള്ള സമവായത്തിൽ എത്തിച്ചേരുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ്. അതിന് വേണ്ടത്ര വിധത്തിൽ പ്രവർത്തിച്ചില്ല എന്നൊരു കുറവ് സംഭവിച്ചിരുന്നതാണ് എൻ്റെയും അഭിപ്രായം. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ 10-ാം തീയതി മറ്റാണ് യോഗം വെച്ചിട്ടുള്ളത്. ആ യോഗത്തിൽ സ്വാഭാവികമായി ഇത് വിശദമായി ചർച്ച ചെയ്യും. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഏകീകൃതമായിട്ടുള്ള തീരുമാനമുണ്ടാവും. അതുമായി മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ശ്രീ എം ലോറൻസ്, പക്ഷേ ഈ ശുഷ്കാന്തി ഇല്ലായ്മ, അതായത് വേണ്ടത്ര ഗൗരവത്തിൽ കാണാനുള്ള കാര്യത്തിലുള്ള കുറവ്, അതെന്തുകൊണ്ടുണ്ടായി എന്നാണ് താങ്കൾ കാണുന്നത്? ഈ നാട്ടുകാർക്ക് ഇങ്ങനെ സംശയമുണ്ട്, കെ.എം. മാണിയെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഭരണം നടത്തിക്കളയാം, ഭരണത്തിൽ കയറിക്കളയാം എന്ന CPM-ന്റെ താല്പര്യമാണ് ഇത്ര വലിയ അഴിമതി ആരോപണം ഉയർന്നിട്ട് പോലും അദ്ദേഹത്തിനെതിരെ അത്ര ശക്തമല്ലാത്ത നിലപാട് സ്വീകരിക്കാൻ കാരണമായത് എന്നാണ്. സാധാരണഗതിയിൽ സമരമൊക്കെ നടത്തി നല്ല പരിചയമുള്ള CPM-ഉം CPI-യും ഇടതുപക്ഷ പാർട്ടികളും, പ്രത്യേകിച്ച് CPM, ഇക്കാര്യത്തിൽ ഒരൽപ്പം മൃദു സമീപനം സ്വീകരിക്കുന്നതിന് പിന്നിൽ അതുണ്ടോ? അല്ല, ശുഷ്കാന്തി ഇല്ലായ്മ എന്ന വിധത്തിൽ പറയുമ്പോൾ ഇതിൽ താല്പര്യമുണ്ടായിരുന്നില്ല എന്ന വ്യാഖ്യാനം നൽകുന്നത് ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. വേണ്ടത്ര വേഗത്തിൽ ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് മുഖ്യമായിട്ടുള്ള കാരണം ഘടകകക്ഷികൾ തമ്മിൽ ഇതേ സംബന്ധിച്ച് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ വന്നു എന്നതാണ്. ഈ വ്യത്യസ്തമായുള്ള അഭിപ്രായം അഴിമതി മൂടിവെക്കാൻ വേണ്ടിയിട്ടല്ല, അഴിമതി നടത്തിയിട്ടുള്ള ആളുകൾക്ക് യഥാർത്ഥത്തിൽ ശരിയായിട്ടുള്ള ശിക്ഷ കിട്ടാൻ പറ്റുന്ന വിധത്തിലുള്ള നടപടികൾ എന്തായിരിക്കണം എന്നത് സംബന്ധിച്ചുള്ള വ്യത്യസ്ത വീക്ഷണമാണ് ഉണ്ടായത്. ആ വീക്ഷണം ഒഴിവാക്കാൻ കഴിയുമായിരുന്നെന്നാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. കാളേക്കുട്ടി ഇടതുപക്ഷ ജനാധിപത്യത്തിന് കൂടി ചർച്ച ചെയ്ത് ഒരു ഏകീകൃതമായ അഭിപ്രായം ഉണ്ടാക്കണമായിരുന്നു. കുറച്ച് താമസം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തീർച്ചയായും ഞാൻ തിരിച്ചു താങ്കളിലേക്ക്. ശ്രീ BS സുനിൽകുമാർ, അങ്ങനെ ഒരു താമസം വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും അത് ഒരല്പം വീഴ്ചയാണ് എന്ന് സമ്മതിച്ചാൽ തന്നെയും അതിനേക്കാൾ ഗൗരവതരമായ കാര്യമാണല്ലോ ഒരു വലിയ മന്ത്രി, രാഷ്ട്രീയ നേതാവ് അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരിക എന്നത്. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ വ്യത്യസ്തമായ വീക്ഷണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏത് വിധത്തിലാണ് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്താനാവുക എന്ന് വെച്ചാൽ, നിങ്ങളിൽക്കിടയിലുണ്ടായിരിക്കുന്ന ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഏതോ തരത്തിലുള്ളൊരു പുകമറ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കെ.എം. മാണിയെ പോലെ നല്ല തന്ത്രശാലിയും വലിയ അനുഭവപരിചയവുമുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് രക്ഷപ്പെടാനുള്ള സമയമായി കിട്ടുകയില്ലേ? അല്ല, പുകമറയിൽ കെ.എം. മാണിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് സഖാവ് എം ലോറൻസ് സഖാവ് പറഞ്ഞ പോലെ ഞങ്ങൾ ചില അഭിപ്രായങ്ങൾ, പൂച്ച ഏതായിരിക്കണം എന്നതിനെ പറ്റി ചില അഭിപ്രായങ്ങൾ ഉണ്ടായെന്നല്ലാതെ എലിയെ പിടിക്കണം എന്ന കാര്യത്തിൽ ഞങ്ങൾ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. കെ.എം. മാണി രാജിവെക്കണം, രാജിവെച്ചുകൊണ്ടായിരിക്കും അന്വേഷണം നടത്തേണ്ടെന്ന കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏകീകൃതമായ അഭിപ്രായമാണ്. അപ്പം ഞങ്ങൾ ഏത് ഏജൻസി വേണം എന്ന കാര്യത്തെ പറ്റിയുള്ള തർക്കമാണ് സിദ്ദിഖിനെ പോലെ കോൺഗ്രസിന്റെ ആളുകളുടെ തൊടുന്യായങ്ങൾ. ഞാൻ സിദ്ദിഖ് നേരത്തെ സൂചിപ്പിച്ചു, ഈ കൊടുത്ത ആളുകൾ പറഞ്ഞ കാര്യം നടന്നോ എന്നാണ്. നടക്കാത്ത കൊണ്ടാണല്ലോ ഈ കൊടുത്ത കാശ് വാങ്ങിയിട്ട് നടത്താത്ത കൊണ്ടല്ലേ സിദ്ദിഖ് അവർ ഈ മറുപടി ഇങ്ങനെ ആരോപണം ഉന്നയിച്ചത്. നിങ്ങൾ കാശ് മേടിച്ച് കാര്യം നടത്തിയെങ്കിൽ അവർ ആരോപണം ഉന്നയിക്കും. നിങ്ങളുടെ കൂടെ നിൽക്കുമായിരുന്നില്ലേ? നിങ്ങൾ കാശും മേടിച്ചു കാര്യം നടത്തി കൊടുക്കാതിരുന്നുകൊണ്ടാണ് ഈ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ആ കെ.എം. മാണി സാർ കെ.എം. മാണി കാശ് മേടിച്ചു എന്ന് മാത്രമല്ല, ഇപ്പൊ ബാറുടമസ്ഥന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യം മറ്റു പല മന്ത്രിമാർ കാശ് വാങ്ങി എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും സിദ്ദിഖിന്റെ പാർട്ടിയിലേക്ക് കൂടി നേടാൻ പോവാണ്. കാരണം ഈ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ അധികാരമില്ലാത്ത കെ.എം. മാണി 5 കോടി ചോദിച്ചെങ്കിൽ നിങ്ങളുടെ പാർട്ടിക്കാരുടെ ആളുകൾ അത്ര കോടി ചോദിച്ചിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടായിരിക്കുന്ന വിവരം കൂടി പുറത്തു വരാൻ പോവാണ്. ഈ അങ്കലാപ്പിൽ നിന്നുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ അഭിപ്രായ വ്യത്യാസത്തെ ഇങ്ങനെ പൊലിപ്പിച്ച് കാണിച്ചുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടാം എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല.
ബഹുമാനായ ചാഴിക്കാടൻ പറഞ്ഞ പോലെ സുപ്രീം കോടതി വിധി ഇതൊന്നുമല്ല ബഹുമാനപ്പെട്ട ചാഴിക്കാടൻ സാർ. അതായത് സുപ്രീം കോടതിയുടെ ലളിത് കുമാർ കേസിൽ വളരെ വ്യക്തമായി പറയുന്ന കാര്യം, ഒരു പബ്ലിക് സർവന്റിനെതിരായി കേസ് വന്നു കഴിഞ്ഞാൽ, ഒരാൾ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ ആരോപണം എന്ന് പറയുന്നതിനകത്ത് സത്യമുണ്ട് എന്നതല്ല ആദ്യം പരിശോധിക്കേണ്ടത്. ആരോപണം ശരിയാണ് എന്ന നിഗമനത്തിൽ തന്നെ ഈ കാര്യം പരിശോധിച്ച് 7 ദിവസത്തിനകം കേസെടുക്കണമെന്നുള്ളതാണ്. പിന്നീടാണ് അന്വേഷണം. അങ്ങനെ പറഞ്ഞിരിക്കുന്ന സുപ്രീം കോടതി വിധിയെയാണ് നിങ്ങൾ ഇപ്പൊ അട്ടിമറിച്ചിരിക്കുന്നത്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, ഇത് അട്ടിമറിക്കുന്നതിലൂടെ നിങ്ങൾ കാലതാമസം ഉണ്ടാക്കി നിങ്ങളുടെ സ്വാധീനം ചെലുത്താൻ വേണ്ടിയിട്ടാണ്. കെ എം മാണി രാജിവെച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, കെ എം മാണിയിൽ നിൽക്കാൻ പോകുന്നില്ല രാജി. ഈ ഗവൺമെന്റിന്റെ പതനത്തിലേക്ക് എത്തുമെന്നുള്ളതുകൊണ്ടാണ് ഇപ്പൊ കോൺഗ്രസ്സുകാർ നിങ്ങളെ താങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ കോൺഗ്രസിന് നിങ്ങളോട് താല്പര്യമുള്ളതുകൊണ്ടല്ല. അപ്പൊ തന്നെ സംരക്ഷിക്കാൻ വേണ്ടി മാണിയെ കൂടി ഇപ്പൊ പിടിക്കണം എന്നുള്ളത് കൊണ്ട് കൂടിയാണ് മാണിയെ സംരക്ഷിക്കാൻ വേണ്ടി ഇവരിപ്പോ ഈ വ്യഗ്രത കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ ടി സിദ്ദിഖ്, എന്ന് വെച്ചാൽ കെ എം മാണിക്കെതിരെ മാത്രമല്ലല്ലോ ആരോപണമുള്ളത്. ഇതിനേക്കാൾ ഉന്നതരായ ആളുകൾക്കെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളും തെളിവുകളുമുണ്ട് ഞങ്ങളുടെ കൈവശം എന്നിന്ന് ഈ ബാർ ഉടമകളുടെ സംഘടന പറഞ്ഞിട്ടുണ്ട്. അക്കാര്യങ്ങൾ കൂടെ പുറത്തുവരും, നാട്ടുകാർക്ക് മുന്നിൽ പറയുമെന്നാണ് പറയുന്നത്. അതാണ് ശ്രീ വി എസ് സുനിൽകുമാറും എം എം ലോറൻസും അടക്കമുള്ള പ്രതിപക്ഷത്തിന്റെ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, സുനിൽകുമാർ ഇവിടെ ഒരു അമിതാവേശം വളരെ നന്നായി പ്രകടിപ്പിക്കുന്നുണ്ട്. ഞാൻ 2-3 കാര്യങ്ങൾ സുനിലിനോട് പറയാം. ഒന്ന്, ഞങ്ങളുടെ വ്യവസായം ഒരു വലിയ തകർച്ചയുടെ പടുകുഴിയിൽ ആണ്ട് കിടക്കുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. ഞങ്ങൾ ആ വികാരത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് ഇത് പറയുന്നത്. ആരാ പറയുന്നത്? ബാർ ഉടമകളുടെ അസോസിയേഷന്റെ പ്രധാനപ്പെട്ട നേതാവാണ് ആണല്ലോ. 2, തെളിവുകൾ ഞങ്ങൾ സമാഹരിക്കാൻ പോകുന്നു ഇന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. തെളിവുകൾ ഞങ്ങളുടെ അംഗങ്ങളിൽ നിന്ന് ഞങ്ങൾ സമാഹരിക്കാൻ പോകുന്നു. 2ാമത്തെ കാര്യം. 3, ബിജു രമേശിന് നോട്ടീസ് കൊടുക്കുമ്പോൾ ബിജു രമേശ് സമയം ചോദിക്കുന്നു. 3ാമത്തെ കാര്യം. 4, ഇതുവരെ മാണി സാർ പണം വാങ്ങി എന്ന് പറഞ്ഞത് ഇന്ന് പറയുന്നു മറ്റു പലരും വാങ്ങി. അടുത്ത കാര്യം, ഇവിടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കി ബാർ ലൈസൻസ്, ബാറുകൾക്ക് യഥേഷ്ടം പ്രവർത്തിക്കാൻ സൗകര്യം ഞങ്ങൾ കൊടുക്കാം എന്ന് പറഞ്ഞ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വരണം എന്ന് ബാർ ഉടമകൾ ആഗ്രഹിക്കുന്നു. അപ്പൊ സ്വാഭാവികമായും നിലവിൽ ബാർ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച ഒരു സർക്കാരിനെ താഴെ ഇറക്കണം. അത് സംഭവ്യമാണോ? അതായത് ഈ സർക്കാരിന്റെ കാലത്ത് തങ്ങളുടെ വ്യവസായം നടത്താനാവില്ല ഇനി അങ്ങോട്ട് എന്ന് തിരിച്ചറിഞ്ഞ ബാർ ഉടമകൾ ഇതിനെ എങ്ങനെയെങ്കിലും താഴേക്കിറക്കി ആ ഒരു വാഗ്ദാനം നൽകിയിരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാരിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞു. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ വി എസ് സുനിൽകുമാർ അക്കാര്യത്തിൽ വിസ്തീർണം തന്നുകൊള്ളട്ടെ. ശ്രീ വി എസ് സുനിൽകുമാർ അദ്ദേഹത്തിന്റെ ആരോപണത്തോടുള്ള മറുപടി. അല്ല പറയട്ടെ, എനിക്കൊരു മറുപടി പറയാനുണ്ട്. താങ്കൾ പറയൂ. അദ്ദേഹം എന്തായാലും പറയാൻ പോകണല്ലോ. ഈ പി സി ജോർജ് പറഞ്ഞ ആരോപണം എന്താ? ബാർ മുതലാളിമാർ പറയുന്നത് നിൽക്കട്ടെ. പി സി ജോർജ് പറഞ്ഞിരിക്കുന്നു 15 കോടിയുടെ കണക്ക് പി സി ജോർജ് പറഞ്ഞിരിക്കുന്നു. അത് നിങ്ങളുടെ ചീഫ് വിപ്പാണല്ലോ, ക്യാബിനറ്റ് റാങ്കിലുള്ള ആളാണല്ലോ. അപ്പൊ ഈ ആരോപണത്തിന് പിന്നിൽ ബാർ ഉടമസ്ഥന്മാരാണ് എന്നല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കെ എം മാണിയേക്കാൾ ശക്തനായ ഒരാളാണ് ഇതിന്റെ ആരോപണത്തിന് പിന്നിലെന്ന് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ പിറകിൽ കയറേണ്ട കാര്യം എന്താ? കാര്യം ഇതാണ്. അതായത് ഈ സർക്കാരിന്റെ കാലത്ത് ഇനി അങ്ങോട്ട് വി എം സുധീറും ഉമ്മൻചാണ്ടിയും ഒക്കെയുള്ള ഈ കാലത്ത് ഇനി അങ്ങോട്ട് ഈ വ്യവസായവുമായി മുന്നോട്ട് പോകാനാകില്ല. നിങ്ങൾ ഇതിനെ മറിച്ചിട്ട് വരൂ, നമുക്ക് പുതിയ സർക്കാർ ഉണ്ടാക്കാം, അപ്പോൾ നിങ്ങളുടെ വ്യവസായം നല്ല നിലക്ക് നടത്തിത്തരാമെന്ന് പിണറായി വിജയൻ ഉറപ്പ് കൊടുത്തു. അതേ തുടർന്നാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ശ്രീ ടി സിദ്ദിഖ് ആരോപിക്കുന്നത്. ശ്രീ സുനിൽകുമാർ, സിദ്ദിഖെ, നാളെ നായാവും എന്ന് കരുതി ഇന്ന് കുറയ്ക്കേണ്ട കാര്യമില്ല. നാളെ അങ്ങനെ ഞങ്ങൾ പറയാനും പോകുന്നില്ല. ഞങ്ങൾ നാളെ നായാവാനും പോകുന്നില്ല, നാളെ കുറയ്ക്കാനും പോകുന്നില്ല. അതുകൊണ്ട് നാളെ ഞങ്ങൾ വന്ന് ഇവർക്കൊക്കെ ബാർ ലൈസൻസ് കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകിയിരിക്കുന്നു എന്ന കാര്യം പറയുന്നേക്കാൾ മുമ്പ് പി സി ജോർജ് നിങ്ങളുടെ പാർട്ടി, നിങ്ങൾ പ്രതിപക്ഷത്തിനകത്തുള്ള ഐക്യത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. മറുപടി പറയാം. അപ്പോ ഇപ്പോ ബിജു രമേശിനേക്കാൾ ഏറ്റവും വലിയ നേതാവ് നിങ്ങൾക്ക് പി സി ജോർജാ. സോളാർ കേസ് വന്നപ്പോ പി സി ജോർജ് വലിയ ശതകോടികളുടെ കണക്ക് പറഞ്ഞിരുന്നു കേരളത്തില്. നിങ്ങൾ അതായിരുന്നു ഏറ്റവും വലിയ പ്രചരണ മാധ്യമം. എന്നിട്ട് ഒരു കമ്മീഷൻ വന്നപ്പോ ആ കമ്മീഷന് മുമ്പ് തെളിവ് കൊടുക്കാൻ സുനിൽകുമാർ നിങ്ങളുടെ പാർട്ടിയും മുന്നണിയും നേതാക്കന്മാരും വന്നിട്ടില്ല. പി സി ജോർജിനെ വിശ്വസിച്ച് നിങ്ങളൊരു സമരം വീണ അനുഭവമുള്ള ആളുകളാണ് നിങ്ങൾ. ആ പി സി ജോർജിനെ വീണ്ടും പറഞ്ഞ് നിങ്ങളൊരു സമരം ഉണ്ടാക്കിയെടുക്കുക. ഞങ്ങൾ ഒരു കാര്യം പറയുന്നു,
ഒരു കാര്യം കൃത്യമായി പറയുന്നു, PC ജോർജ് അല്ല, ആര് പറഞ്ഞാലും തെളിവുകൾ ഹാജരാക്കട്ടെ. എന്തും പറയാ. മുഖ്യമന്ത്രി വാങ്ങി, മറ്റുള്ള മന്ത്രിമാർ വാങ്ങി, കോൺഗ്രസ് വാങ്ങി, ലീഗ് വാങ്ങി, UDF വാങ്ങി, മാണി സാർ വാങ്ങി. തെളിവുകൾ പറ. ഒരു ഭാഗത്ത് ബാറുകൾ പൂട്ടിയ കോൺഗ്രസ്, UDF ക്യാബിനറ്റ് ഒറ്റക്കെട്ട, മറുഭാഗത്ത് CPM, CPI ബാർ ഉടമകൾ മറുഭാഗത്ത് ഒരുമിച്ച് നിൽക്കുക. ആ ബാർ ഉടമകളുടെ കൂടെ നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്നു. തെളിവുകൾ ഹാജരാക്കി നിങ്ങൾ. തീർച്ചയായും തെളിവുകൾ ഹാജരാക്കേണ്ടി വരും. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ MM ലോറൻസ്, പക്ഷേ അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ വലിയ മാനസിക പ്രയാസമാണല്ലോ സ്വാഭാവികമായിട്ടും ബാറുകൾ മൊത്തത്തിൽ അടച്ചുപൂട്ടുമ്പോൾ ബാർ ഉടമകൾ അനുഭവിച്ചിട്ടുണ്ടാവുക. അതേ തുടർന്ന് അവർ വിളിച്ചു പറയുന്ന ചില കാര്യങ്ങൾ, അതിന് തെളിവുകളുടെ അടിസ്ഥാനം ഉണ്ടാവുകയില്ല എന്ന ആത്മവിശ്വാസം ടി സിദ്ദിഖും തോമസ് ചാഴിക്കാടനും മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് ശരിയാകാനിടയില്ലേ? ഈ മാനസികമായ പ്രയാസത്തിൽ നിന്ന് KM മാണിക്കെതിരെ ഉന്നയിച്ച ആരോപണം എന്ന് കണ്ട് തള്ളിക്കളയേണ്ടതുണ്ടോ? അതെ, സാറിനോട് ചോദിക്കണേ. ആരോപണം തള്ളിക്കളയാൻ പറ്റുമെന്ന് സിദ്ദിഖും പറഞ്ഞത്. അല്ല, ആരോപണം ആർക്കും തള്ളിക്കളയാൻ കഴിയില്ല. ഇനി അത്രമാത്രം ഇത് പരസ്യമായി കഴിഞ്ഞിട്ടുണ്ട്, അത്രമാത്രം ജനശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളിൽ മഹാഭൂരിപക്ഷം ആളുകളും അത് വിശ്വസിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നെ നോക്കിയിട്ട് പറയല്ല, പൊതു അഭിപ്രായം അതാണ്. അപ്പോൾ ആർക്കും ഇത് ഒളിച്ചു വെക്കാൻ കഴിയുമില്ല. ആര് വിചാരിച്ചാലും ഒളിച്ചു വെച്ചിട്ട് അഴിമതിക്ക് വിധേയനായിട്ടുള്ള ഒരാളായാലും കൊള്ളാം, ഒന്നിലേറെ ആളാണെങ്കിലും കൊള്ളാം, അവർക്ക് ആർക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കുമില്ല. വ്യക്തമായുള്ള അന്വേഷണം വേണം. ഇവിടെ അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ നീട്ടിക്കൊണ്ടുപോകാനാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ള മാർഗം. അത് വളരെ പ്രകടമാണ്. ആർക്കാ ബോധ്യപ്പെടാത്ത കാര്യം? എന്തിനാണ് നീട്ടിക്കൊണ്ടുപോകുന്നത്? രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ CPIM കെട്ടിവെക്കുക എന്നതാണ് ലക്ഷ്യമാക്കുന്നത്. അത് ചിലവുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. CPIM വളരെ വ്യക്തമായി അത് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പിണറായി വിജയൻ ആ കാര്യം വ്യക്തമായി പറഞ്ഞത് മാണി രാജിവെച്ചിട്ട് അന്വേഷണത്തിന് നേരിടണമെന്ന് തന്നെയാണ്. പിന്നീട് ഈ തർക്കങ്ങളെല്ലാം കുറേ വന്നു കഴിഞ്ഞപ്പോൾ ഒരു സമിതി ഉണ്ടാക്കി കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്നും പറഞ്ഞിട്ടുണ്ട്. അത് പ്രായോഗികമായി ശരിയല്ലെന്ന് ചില നിയമപണ്ഡിതന്മാർ പറയുന്നു. എനിക്ക് അത്രയും പാണ്ഡിത്യമില്ല, അതിനെപ്പറ്റി എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഏത് കാര്യമായാലും കൊള്ളാം, അന്വേഷണ കാര്യത്തിൽ ഉന്നയിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾക്ക് എന്തെങ്കിലും ദൗർബല്യമുണ്ടെങ്കിൽ ആ ദൗർബല്യം ഇല്ലാതാക്കിയിട്ട് ശക്തമായിട്ടുള്ള അന്വേഷണത്തിലുള്ള നടപടികൾ സ്വീകരിക്കലാണ് അഭികാമ്യമായിട്ടുള്ളത്. തീർച്ചയായും വ്യക്തമാണ് താങ്കളുടെ നിലപാട്. ശ്രീ തോമസ് ചാഴിക്കാടൻ, ഇത് സംബന്ധിച്ച് ഈ ദിവസങ്ങളിൽ നമുക്കറിയാവുന്നതുപോലെ CPIM-നകത്തെ പ്രശ്നങ്ങൾ, മുന്നണിക്കകത്തെ അന്വേഷണ ഏജൻസി ഏത് വേണമെന്ന സംബന്ധിച്ചുള്ള തർക്കങ്ങൾ, അതൊക്കെ അവിടെയുണ്ട്. അതൊക്കെ ചർച്ചാ വിഷയമായി തന്നെ ഇവിടെയുണ്ട്. പക്ഷേ അത്തരം പുകപടലങ്ങൾ മാറിപ്പോകും. പിന്നീട് KM മാണി അഴിമതി നടത്തിയോ ഇല്ലയോ എന്നതിലേക്ക് തന്നെ കാര്യങ്ങൾ ഒതുങ്ങും. അപ്പോൾ നേരത്തെ ശ്രീ VS സുനിൽകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ജനം വിശ്വസിക്കുന്നുണ്ട് അഴിമതി ആരോപണം KM മാണിയെപ്പോലെ ഉന്നതനായ ഒരു നേതാവിനെതിരെ ആളുകൾ ഉന്നയിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുത ഇല്ലാതിരിക്കുമോ എന്ന്. അതോടൊപ്പം ചേർത്താണ് ശ്രീ VS സുനിൽകുമാർ നേരത്തെ ചൂണ്ടിക്കാണിച്ച കാര്യത്തെ കാണേണ്ടത്. PC ജോർജ് ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. PC ജോർജിനെ വിശ്വസിക്കേണ്ടതില്ല എന്ന് ശ്രീ ടി സിദ്ദിഖ് പറയുമ്പോൾ അങ്ങനെ തന്നെ എടുക്കണമെന്നില്ല നാട്ടുകാർ. അതുകൊണ്ട് KM മാണിയുടെ കൈകളിലേക്ക് അഴിമതി പണം ചെന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈകളിൽ വിലങ്ങ് വെക്കേണ്ടി വരും എന്ന് തന്നെ കാണേണ്ടത്.